നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസിക്കുന്നു. നമ്മുടെ പ്രേം നസീറിനെ കുറിച്ച് ടിനി ടോം പറഞ്ഞ വിഷയം ഇന്നലെ ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ ആരാണ് പറഞ്ഞതെന്ന് പറഞ്ഞില്ലെങ്കിൽ വിഷയം വളരെ ഗുരുതരാവും എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏതായാലും മണിയമ്പിള്ള രാജു പറഞ്ഞതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം പറഞ്ഞു അങ്ങനെ യാതൊന്നും പറഞ്ഞല്ല, അത് വെറും തെറ്റിദ്ധാരണയാണ്. ഒരു കാര്യം ചോദിക്കട്ടെ ടിനി ടോം, ഇനി മണിയമ്പിള്ള രാജു അങ്ങനെ പറഞ്ഞു വിചാരിക്കും, ഒരു സ്വകാര്യ സംഭാഷണത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കാം. പക്ഷെ നിങ്ങളത് ചാനലൊന്ന് പരസ്യമാക്കി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ചെയ്ത് 101% തെറ്റാണ്. തെറ്റ് മാത്രമല്ല, കുറ്റം കൂടിയാണ്. നിങ്ങളിപ്പോൾ അമേരിക്കയിൽ നിന്ന് പറയാണ് അങ്ങനെ എന്തെങ്കിലും അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ക്ഷമിക്കാമെന്ന്. നിങ്ങളുടെ ഔദാര്യമൊന്നും വേണല്ലോ. താൻ ആരും അങ്ങനെ കഷ്ടപ്പെട്ട് ക്ഷമിക്കാൻ? ജനകോടികൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഉടമയാണ് പ്രേം നസീർ. നിങ്ങൾക്കറിയോ, പടയോട്ട സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് അദ്ദേഹം വിമാനത്തിൽ രാവിലെ മദ്രാസിലേക്ക് എത്തി. ഞാൻ തലേന്ന് പോയി. ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് മദ്രാസിൽ എത്തിയത്. അദ്ദേഹം വീട്ടിൽ പോയി ഒരു പേഴ്സണൽ കാര്യങ്ങളാണ് അത് സംസാരിച്ചു. അപ്പോൾ ആ കാര്യം അറിഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വലിയൊരു നേതാവിൻ്റെ ലെറ്റർ ഉണ്ടായിരുന്നു. അത് കൊടുത്തപ്പോൾ അദ്ദേഹം വായിച്ചിട്ട് പറഞ്ഞ് ഞാൻ ആലുവ പാലസിൽ വരുന്നുണ്ട്, അപ്പോൾ ഷായെ കാണാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മടങ്ങി പോന്നു. അപ്പോൾ ഞങ്ങൾ പോയ വഴിയിലെ ട്രെയിനിൽ അന്ന് ഈ സാൻഡോ ഗോപാലൻ അതൊരു ഗുസ്തികനൊക്കെയാണ്, പുള്ളി വില്ലനായിട്ടൊക്കെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉണ്ടായത് ആ ട്രെയിനിൽ. എൻ്റെ കൂടെ ഒന്നല്ല, ആ ട്രെയിനിലുണ്ടായത്. ഇതാണ് അവസ്ഥ. നസീറിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയാൻ ഒരേ ഒരു കാര്യം പറഞ്ഞാൽ, ഷാനവാസിൻ്റെ കല്യാണത്തിൽ ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നല്ലോ. അപ്പോൾ ജംഗൽ ചോളയിലെ ആയിരക്കണക്കിന് ആൾക്കാർ ആയിരക്കണക്കിന് വരുന്നു, ഭക്ഷണം തികയെന്ന് അറിയില്ല എന്ന് അതിന് മാനേജർ പറഞ്ഞു. അപ്പോൾ ശ്രീമാൻ പ്രേം നസീർ പറഞ്ഞറിയോ, അത് പേടിക്കണ്ട, ഞാൻ 5000 ഭക്ഷണം വേറെ കണക്കാക്കിയിട്ടുണ്ട്. അവരൊക്കെ രക്തം വിറ്റ് ആ കാശിന് ടിക്കറ്റ് കണ്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ വളർന്നത്. ഞങ്ങളെപ്പോലെ എല്ലാ കലാകാരന്മാരും അവർ എന്നെ കാണാൻ വരുന്ന, അല്ല തിന്നാൻ മാത്രമല്ല, ആ കൂടുതൽ ഭക്ഷണം കഴിച്ച് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ മഹാനാണ്. അതേ സ്ഥാനത്ത് നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിക്കാണല്ലോ, മകളുടെ കല്യാണം ഗുരുവായൂർ വെച്ച് മകളുടെ അതിൽ ഭക്ഷണത്തിന് എത്ര നിയന്ത്രണമായത്, എത്ര പാസ്സാക്കി കിട്ടിയത്, എന്നിട്ടും അവസരം കിട്ടാതെ വഴക്കുണ്ടാക്കിയില്ലേ? അവിടെയാണ്ടോ ടിനി ടോം, പ്രേം നസീറും സുരേഷ് ഗോപി പോലുള്ള ഇപ്പോഴത്തെ നടന്മാരും തമ്മിൽ വ്യത്യാസം. പ്രേം നസീറൊക്കെ പക്ക മനുഷ്യരായിരുന്നു, നടനിലായിരുന്നു, മനുഷ്യരായിരുന്നു. ഇപ്പോൾ നടനും വെറും അഭിനയമല്ലേ, തട്ടിപ്പല്ലേ, വല്ല ആത്മാർത്ഥതയുണ്ടോ? അതുകൊണ്ട് ടിനി ടോമിനെ പോലുള്ള വിഡ്ഢികൾ ഒരു കാര്യം മനസ്സിലാക്കണം, തൻ്റെ കാര്യം കഴിഞ്ഞു. തനി എന്തൊക്കെ ക്ഷമ പറഞ്ഞാലും, ഇപ്പോൾ അംബേദ്കറെ കുറിച്ച് കുറ്റം പറയുന്നത്, നെഹ്റുവിനെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ, അത് ഗാന്ധിയെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ അത് ക്ഷമിക്കാൻ പറ്റിയല്ല. അതുപോലെയാണ് പ്രേം നസീറിനെ കുറിച്ച് താനെങ്കിലും വാക്ക് പറഞ്ഞപ്പോൾ അത് വാസ്തവത്തിൽ അത് ക്ഷമിച്ചിട്ട് കാര്യമില്ല, അത് കൊണ്ടുപോയി മോനെ. അതിൻ്റെ ക്ഷീണം നിൻ്റെ ജീവിതത്തിൽ മാറാൻ പോകുന്നില്ല. എന്തുവാകട്ടെ, എല്ലാവരും രക്ഷപ്പെടട്ടെ. മറ്റൊന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, കേരള ഇലക്ഷനെ കുറിച്ച് പറയുമ്പോഴേ ഇവിടെയാണ് നീതി എന്നാണ്. നമ്മൾ വോയിസ് ഓഫ് ജസ്റ്റിസ്, നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇവിടെ 9% ഒരു വിഭാഗത്തിന്, 10% വിഭാഗത്തിന്, 15% വിഭാഗത്തിന്, 23% വിഭാഗത്തിനൊക്കെ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നു, വേണം, കൊടുക്കണമെന്ന് പറയുമ്പോഴേ എന്താണ് ഈ 40% വിഭാഗത്തിൽ നിന്ന് അങ്ങനെ ഓഫറോ അല്ലെങ്കിൽ അങ്ങനെ ഡിമാൻഡ് വരാത്തത്? അവരും മലയാളികളും ഇന്ത്യക്കാർ തന്നെയല്ലേ, അവർക്ക് എന്തുകൊണ്ടായിക്കൂടാ? എന്തുകൊണ്ടാ സമുദായം നിങ്ങളുടെ ആവശ്യപ്പെടാത്തത്? നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ആനയുടെ കഴിവ് ആനക്കറിയില്ലെന്ന്. അതിന് ഏക തടസ്സം ഞാൻ പറഞ്ഞത്, എത്ര പെണിങ്ങാൽ ഏക തടസ്സം മുസ്ലിം ലീഗ് ഒരൊറ്റ സംഘടനയാണ്. എനിക്ക് അവരുടെ സഹതാപമുണ്ട്, അവരുടെ ബഹുമാനമുണ്ട്, യാതൊരു ഇഷ്ടവുമില്ല. ആ മുസ്ലിം എന്ന പേര് മാറ്റി മുന്നോട്ട് പോയതെങ്കിൽ അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാം. ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ വീണ്ടും പറയാൻ കാരണം പ്രശ്നങ്ങൾ ഗൗരവമാണ്. 5 നായർ വിഭാഗത്തിൽപ്പെട്ടവരാണ് മുഖ്യമന്ത്രിയായിട്ട് ആഗ്രഹിക്കുന്നതിൽ. അതിൽ ആരെങ്കിലും ഒരാളെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തനം ഇപ്പോഴേ തുടങ്ങിയിട്ടേ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇത്തവണ അധികാരം കിട്ടിയില്ലെങ്കിൽ
UDF സംബന്ധിച്ച് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചൊക്കെ വലിയ അപകടമാണ്, വലിയ ആപത്താണ്. കാരണം ഇപ്പോഴത്തെ ഇടതുപക്ഷ ഭരണം കമ്മ്യൂണിസ്റ്റ് ഭരണം പറയാൻ പറ്റില്ല, ഒരു വളരെ മോശമായ ഭരണമാണ്. ഒരു നീതിയില്ല ഒരു കാര്യത്തിലും, ഒരു നീതി. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ അവരോട് കാണിക്കുന്ന അവഗണന. ഇന്നലെ പറഞ്ഞല്ലോ, ഇന്ന് മുഹറം 10 ഒരു അവധി ചോദിച്ച് മന്ത്രിസഭ അത് ചിന്തിച്ചു പോലുമില്ല. അതൊക്കെ പോട്ടെ, ഞായറാഴ്ച അവധിയില്ലാതെ മതി എന്ന് പറയും. അങ്ങനെ അവഗണിക്കുമ്പോൾ, അവിടെ കാണിക്കുമ്പോൾ ഈ സമൂഹം നിങ്ങൾ എന്ത് ഉയർത്തെഴുന്നേൽക്കാത്തത്? എല്ലാവർക്കും നിങ്ങൾക്ക് അവകാശമല്ലേ, അവകാശം വേണ്ടേ? നിങ്ങളെന്താണ് നിങ്ങളുടെ അവകാശം നേടാൻ ശ്രമിക്കാത്തത്? അതൊറ്റ കാര്യം പറഞ്ഞാൽ മുസ്ലിം ലീഗ് എന്ന പേര് ഉപയോഗിച്ചിട്ട് അവരൊരു വിഭാഗീയം മാറ്റി നിർത്തുവാണ്. അവരുടെ തിന്നയില്ല, കോഴിയുടെ സ്വഭാവമാണ്. കാക്കയെക്കൂടെ നല്ല തീറ്റിക്കുകയില്ല, മറ്റു പറമ്പിൽ പോയി തിന്നാൻ വിടുകയില്ല. അതുപോലെ നിങ്ങൾ തിന്നയില്ല, മറ്റുള്ള സമുദായം തീറ്റിക്കുകയില്ല. നിങ്ങളെ പേര് മാറ്റുന്നേ, എന്നിട്ട് നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്താകുക. നിങ്ങൾക്ക് അർഹതയുണ്ട്. മുസ്ലിം ലീഗ് എന്ന് വെച്ചുകൊണ്ട് ഒരിക്കലും മുഖ്യമന്ത്രിയാകാൻ സമ്മതിക്കില്ല ഞങ്ങളും മുസ്ലിങ്ങൾ പോലും സമ്മതിക്കില്ല. പിന്നെയാണ് മറ്റുള്ള ജാതിക്കാരും. അതുകൊണ്ട് ഒന്നുകിലില്ല, മുസ്ലിം ലീഗ് മുസ്ലിം എന്ന പേര് മാറ്റി ദേശീയതായിട്ട് വന്നാൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം അർഹതയുണ്ട്, കിട്ടും. ഇല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ കോൺഗ്രസ് നേതാവിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കണം. അത് ന്യായമാണ്. അത് കൊടുത്തില്ലെങ്കിൽ ഇലക്ഷന് വരുന്നത് വലിയ ആപത്ത്. ഇന്നത്തെ കാര്യം ഞാൻ പറയാവുള്ളൂ. മറ്റൊരു കാര്യം ഇന്ന് പ്രത്യേകം പറയുന്നത്, വ്യാപാര വിപ്ലവം എന്ന് പറയും, ട്രേഡ് റെവല്യൂഷൻ. ആ ഒരു പോയിന്റാണ് ഇന്ന് പ്രധാനമായിട്ട് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ലോകത്ത് പല പല വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ടായിട്ട്? ഓറഞ്ച് വിപ്ലവം, വ്യവസായ വിപ്ലവം, ധവള വിപ്ലവം, കാർഷിക വിപ്ലവം, അങ്ങനെ ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടായിട്ട് ഇനി ഇല്ലാത്തതും എന്ന അവസാനത്തെ ഒരു വിപ്ലവമാണ് ട്രേഡ് റെവല്യൂഷൻ, വ്യാപാര വിപ്ലവം. അതുണ്ടായില്ല, അത് ഉണ്ടാകും. ഇന്നലെ നാളെ ഉണ്ടാകണം. എന്താണ് വ്യാപാര വിപ്ലവം? അതായത് കടകൾ, ഓഫീസുകളെല്ലാം രാവിലെ 6 മുതൽ 2 വരെ, ടൈം വ്യത്യാസം വരുത്താം, 2 വരെയും. വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാം 2 മുതൽ 10 വരെയും. അപ്പോൾ അതിന് ഒരുപടി ഗുണങ്ങളുണ്ട്. അതിൽ ഒരുപടി ഗുണങ്ങൾ, ഒരു 6-8 ഗുണങ്ങൾ ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാം. ഒന്ന്, ഇപ്പോഴത്തെ കറണ്ട് കാശ് എന്താണ്? തമിഴ്നാടിനെ പറ്റി 4 ഇരട്ടി കൂടുതൽ കറണ്ട് കാശ്. വളരെ ചീപ്പാണ് തമിഴ്നാട്ടിൽ. വെള്ളത്തിലാണെങ്കിൽ എത്രയോ വില കൂട്ടി, ചാർജ് കൂട്ടി, വെള്ളത്തിന് പോലും. എല്ലാത്തും കൂട്ടൽ കുറക്കുന്ന വല്ലതുണ്ടോ? ഇന്ന് ഞാൻ ഗ്യാസിൻ്റെ ഓഫീസ് ചെന്നപ്പോൾ അവരോട്, സാറ് സബ്സിഡി ഇല്ലാതിട്ട് വർഷത്തായിരുന്നു. ഈ സബ്സിഡി ഇല്ലാതിട്ട് 1000-ന് മുകളിൽ ഗ്യാസ് വിറ്റിട്ട് എത്ര വർഷമായിട്ടും ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്ന പക്ഷം ഒരു ശബ്ദം, ഭരണപക്ഷം, കേരളത്തിലെ ഭരണപക്ഷം പ്രതിപക്ഷം ഇല്ലാണല്ലോ, കേന്ദ്രത്തെ പ്രതിപക്ഷം അതിനാണല്ലോ. ആ ഭരണപക്ഷം നിങ്ങൾക്ക് ആർക്ക് വെള്ളം കാച്ചാൻ നടക്കാണ്? പ്രതിപക്ഷം, പിന്നെ ഭരണപക്ഷം. ഇത്രയും അനീതി ലോകത്ത് ഇന്ത്യയിൽ കാണിച്ചിട്ട് ഒരു പ്രതിഷേധം. ഗ്യാസ് സബ്സിഡി ഇല്ല, വർഷങ്ങളായി. മറ്റേ 30 വില കൂട്ടി, ഇന്ധനത്തിന് വില കൂട്ടി. എന്നിട്ട് അതിനെതിരെ ശബ്ദിക്കാൻ നമ്മുടെ ഇന്ത്യയിലെ പ്രതിപക്ഷം, കേരളത്തിലെ ഭരണപക്ഷം, പ്രതിപക്ഷം കൂടി ഒരു വാക്ക് ശബ്ദിക്കുന്നുണ്ടോ? എനിക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാകത്ത് എന്താണ് ഇവർ അടിപ്പെട്ടിരിക്കുന്നത്? ആർക്ക് അടിപ്പെട്ടിരിക്കണം? ആരെ പേടി? എന്ത് അനീതിയാണ്? ഒരു പ്രതിഷേധ സ്വരം വേണ്ടേ? ഈ VD സതീശനാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ കേരളത്തിലാണെങ്കിലും പ്രതിപക്ഷത്തിലുള്ള പിണറായി സഖാവാണെങ്കിലും എന്താണ് ഗ്യാസിന് വില വർധനവ്, അതിന് സബ്സിഡി ഇല്ലാത്തത്? അതിന് ഒരു പ്രതിഷേധം. ഇപ്പം നാളെ വ്യാവസായിക എന്താണ് ദേശീയ പണിമുടക്ക് നടത്തുന്നുണ്ട്. മറ്റന്നാൾ നാളെ ബസ് നടത്താണ്. ഈ ഗ്യാസിന് വില വർധനയെക്കുറിച്ച്, അല്ലെങ്കിൽ സാധനങ്ങളുടെ വിലവിനെ കുറിച്ച് തൊഴിലാളികൾക്ക് കൂലി പോരാ, കൂലി കിട്ടുന്നില്ല, തൊഴിലാളികൾക്ക് അവസരം പോരാ എന്ന് പറഞ്ഞാൽ തൊഴിലാളി യൂണിയനൊക്കെ നാളെ ദേശീയ പണിമുടക്ക് നടത്തുന്നുണ്ട്. തൊഴിലാളികൾ കിട്ടട്ടെ, ഞാൻ കുറഞ്ഞില്ല. പക്ഷെ അതിനിടെ ജനങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എന്താണ് വെക്കാത്തത്? എന്തുകൊട്ടെ, ഞാനത് പറഞ്ഞുള്ളൂ. അപ്പോൾ അതുപോലെ രാവിലെ കടകൾ തുറന്നാൽ 9 മണിക്ക് കട തുറക്കും. അത് വന്ന് അവസാനം ഒരു 8 മണി അല്ലെങ്കിൽ 9 മണി 12 മണിക്കൂറാണ്. അത് കറണ്ട് ചാർജ് വരും, മറ്റെല്ലാം ചെലവ് വരും.
ഒക്കെ മിക്കവാറും കടയിൽ എ സി ഒക്കെ അടിക്കുക, എ സി ഇടയ്ക്ക് ഓഫ് ചെയ്യാൻ പറ്റുമോ? എത്ര രൂപ ചിലവാണ്. കച്ചവടക്കാർ വരുന്നത് ഏതാണ്ട് 5 മണി കഴിയുമ്പോൾ ഒരു 5 മുതൽ 8 വരെ സമയത്താണ് ആരെങ്കിലും വരുന്നു പോകുന്നത്. അതാണ് ഒരു കാര്യം. മറ്റൊന്ന്, രാവിലെ പിന്നെ ഈ നമ്മുടെ ട്രാഫിക്കിലെ പോലീസിന് കൈയൊക്കെ ഇപ്പോൾ കൈയെടുക്കേണ്ട ആവശ്യമുള്ള സ്ഥിതിയിലാണ്, കൈയൊക്കെ പൊക്കി കാണിക്കും. അത് കുറച്ച് കൈ താഴ്ന്നു പോകുമല്ലേ. രാവിലെ പോട്ടൊക്കെ ഇട്ട് കുളിച്ച് ഡീസൻ്റായിട്ടൊക്കെ സെയിൽസുകളോ സെയിൽസ്മാനൊക്കെ വരും. അവർ കസ്റ്റമർ വരുന്ന സമയമാകുമ്പോൾ അവർ ടയേർഡാവും. കാരണം അത് നോക്കൂത്തിരിക്കല്ലേ. തന്നെയുമല്ല, ജോലിയുള്ള ഒരു വനിതയ്ക്ക്, ഒരു സ്ത്രീക്ക് 5:30 മണി കഴിഞ്ഞ് ഓഫീസും കഴിഞ്ഞ് ഒരു സാധനം വാങ്ങിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ രാത്രിയാവൂലേ? അതേ സ്ഥാനത്ത് ഈ ഉച്ച മുതലാണ് ഉച്ച വരെ ഓഫീസ്, ഉച്ചയ്ക്ക് ശേഷം വ്യാപാര സ്ഥാപനങ്ങളിൽ ഉച്ചക്കുള്ള ഓഫീസ് കഴിച്ച് ഭക്ഷണം കഴിച്ച് നേരെ സാധനമൊക്കെ വാങ്ങിച്ച് സന്ധ്യക്കുമ്പോയിട്ട് വീട്ടിലെത്താം. കര്യാതി കുറയും, ആൾക്കാർക്ക് ആശ്വാസമായി. മറ്റൊന്ന്, ഒരു വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക്, ഉടമസ്ഥരായാലും വേലക്കാരനോ സർക്കാർ ഓഫീസിൽ പോയി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാരണം ഇവിടെ 9 മുതൽ രാത്രി 9 ഡ്യൂട്ടിയാണ്. പിന്നെ എങ്ങനെ പോകും? അത് ഉച്ച വരെയാണെങ്കിലോ ഉച്ചയ്ക്ക് ശേഷമാണെങ്കിലോ അവർക്ക് ഉച്ചവേള സമയത്ത് സർക്കാർ ഓഫീസുകളിൽ പോയി കാര്യം നടത്താം. സർക്കാർ ഓഫീസിലെ ആൾക്കാർക്ക് ഉച്ചയ്ക്ക് ശേഷം വ്യാപാര സ്ഥാപനത്തിൽ പോയി കാര്യം നടത്താം. അപ്പോൾ തിരക്കില്ല. തന്നെയുമല്ല, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച ഒരു ശാപമാണ് പട്ടണങ്ങൾ വികസിക്കുന്നതുകൊണ്ടാണ് രാവിലെ ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണത്തിലേക്ക് ജനങ്ങൾ ഒഴുകും, വൈകിട്ട് പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് ഒഴുകും. അതിന് കാരണം എന്താ? ഗ്രാമത്തിൽ നിന്നാൽ പണിയൊന്നുമില്ല. അപ്പോൾ ആൾക്കാർ പണി വേണ്ടി ജീവിക്കാൻ വേണ്ടി പട്ടണത്തിൽ വരും, വൈകിട്ട് തിരിച്ചു. അപ്പോൾ തിരക്കാണ്. അത് ഇങ്ങനെയാണെങ്കിൽ ആകെ ഒരു 100 പേരാണ് 25 പേര് രാവിലെ വരുന്നു. അപ്പോൾ ഒരു 25 പേര് ഉച്ചയ്ക്ക് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു 25 പേര്, 20% ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു. ഈ 20% വൈകിട്ട്. അപ്പോൾ 4ആയി ഡിവൈഡ് ചെയ്തപ്പോൾ തിരക്കുണ്ടാവില്ല. എന്ന ആവറേജ് സ്ഥലം ഉണ്ടാവും. ഇപ്പോൾ രാവിലെയും വൈകിട്ടും ബസ് കഴിഞ്ഞാൽ ബസ്സിലൊക്കെ സീറ്റിംഗ് കപ്പാസിറ്റി പോലും ഇല്ല. ഉച്ച സമയത്തൊക്കെ മനസ്സിലാകുന്നില്ലേ? അങ്ങനെ ഒരുപടി ആനുകൂല്യങ്ങളുണ്ട്, ഒരുപടി ആനുകൂല്യങ്ങൾ. ഇതൊക്കെ എന്താണ് ഇതൊന്നും ശ്രദ്ധിക്കാത്തത്? ഞാൻ ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ സർവേ നടത്തിയപ്പോൾ ഈ സർക്കാർ ഓഫീസുകളല്ല, ഈ സ്കൂളുകൾ കോളേജിലൊക്കെ ഉണ്ടല്ലോ, വാസ്തവം പറഞ്ഞാൽ 20% മാത്രമാണ് വർക്ക് ചെയ്തത്. ബാക്കി 80% വെറുതെ കിടക്കാണ്. ഒന്നാമത്തിൽ 200 ദിവസമാണ് ക്ലാസ് ഉള്ളത്. ഇപ്പോൾ കോളേജിലേക്ക് 200 ദിവസം ക്ലാസ് എടുക്കുന്നതാണ് എൻ്റെ 5, 6, 7 ലക്ഷമൊക്കെ ശമ്പളമുള്ളത്. അപ്പോൾ 200 ദിവസം കൊണ്ട് തന്നെ എത്ര മണിക്കൂറുണ്ട്? ചിലർക്കൊക്കെ 1 മണിക്കൂർ, ഒരു ക്ലാസ് 1 വീഡിയോ ഉള്ളൂ, ചിലർക്ക് 5 പീരീഡ്. അപ്പോൾ ഏതായാലും 20 മണിക്കൂറിൽ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആകെയുള്ള സമയത്തിൽ 20% വർക്ക് ചെയ്ത്, ബാക്കി 80% കോളേജുകളും സ്കൂളുകളൊക്കെ വെറുതെ കിടക്കണം. ഈ 80% അത് മൾട്ടിപ്പിൾ പർപ്പസ് എന്ന് പറയും. വിവിധ ഉദ്ദേശം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം കാര്യം ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഒരു കോളേജിൻ്റെ ഒരു ക്ലാസ് റൂം ആകെ ഒരു 20% എന്ന് പറയുമ്പോൾ 24 മണിക്കൂറിൽ 10 മണിക്കൂർ, 2.5 മണിക്കൂർ, 4-5 മണിക്കൂർ വർക്കുകൾ, ബാക്കിയുള്ള സമയം കിടക്കാണ്. ആ സമയത്ത് എന്തെല്ലാം സമയം ഉണ്ടാക്കാം. ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾ പോകില്ലേ, അവിടെ ഫ്രീ ആയില്ലേ? അതൊക്കെ യൂട്ടിലൈസ് ചെയ്യണം. പുതിയ ടെക്നോളജി ഉപയോഗിച്ച് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അത് എന്തെല്ലാം ഉപയോഗം ഉണ്ടാക്കാം, എത്ര വരുമാനം ഉണ്ടാക്കാം. അത് ആ വരുമാനം ഇന്ന് കോളേജിൻ്റെ ഘട്ടത്തൊക്കെ മെയിൻ്റനൻസ് വർക്ക് നടത്താം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പിന്നെ ഇത് സംവിധാനം മുഴുവൻ യൂട്ടിലൈസ് ചെയ്യാതെ വെറുതെ നശിച്ചു പോകണം. ഈ പുഴയിലെ വെള്ളം അല്ലെങ്കിൽ പുഴയിലെ വെള്ളം ഒഴുകി കടലിലേക്ക് പോകും പോലെ ഉപശൂന്യം പോകുന്നല്ലേ, ആ വെള്ളമൊക്കെ നമുക്ക് നിയന്ത്രിച്ച് നിർത്തി എന്തെല്ലാം കാര്യം ഉപയോഗിക്കാം. ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ആകെ ചിന്തിക്കുന്നത് ഈ മദ്യക്കച്ചവടവും ഈ ലോട്ടറി, ഇത് രണ്ടുമാണ് നാടിൻ്റെ ആപത്ത്. മദ്യവും ലോട്ടറിയും എന്ന് നിർത്തും അന്നേ രാജ്യം നാട് ഒന്നാവുള്ളൂ. അപ്പം ചോദിക്കുക, ഇത് കുറേ പേര് ജീവിച്ചു പോകലെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ ഉദാഹരണം പറയാം. ഒരു ചായക്കാലത്തെ ഒരാൾ അവിടെ ഫുഡ് ഇൻസ്പെക്ടർ ഫുഡ് ഇൻസ്പെക്ടർ വന്ന് പിടിച്ചപ്പോഴേ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഞാനും അന്ന് 10 മക്കളെ, ഞാനും 10 മക്കൾ ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫുഡ് ഇൻസ്പെക്ടർ പറഞ്ഞ്, നിങ്ങൾ 10 മണക്കും നിങ്ങൾ ജീവിക്കുന്നുണ്ടാണെങ്കിൽ 1000 മക്കൾക്ക് ദൂഷ്യമാണ്, അതിന് എന്തോ രോഗമുണ്ട്, അപ്പോൾ പകരമില്ലോ. അതുപോലെയാണ് ഈ ലോട്ടറിയും. ഈ ലോട്ടറിയുടെ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ആ ജീവിതമല്ലെന്നേ, അത് ഒരു വക മണ്ടനാക്കാണ്, അധ്വാനിക്കാൻ പറ്റാത്ത വിഡ്ഢിയാക്കി അല്ലെങ്കിൽ അലസനാക്കാണ്. ലോട്ടറി മനുഷ്യൻ അലസനാക്കും.
മദ്യം മനുഷ്യനെ അലസ്യമാക്കും, നിരാശമാക്കും, പിന്നെ ബോധമില്ലാത്തതിനുമാക്കും. ഇത് രണ്ടും ആപത്താണെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട്. നമ്മുടെ സർക്കാർ ചിന്തിക്കാൻ പറ്റുമോ? ലോട്ടറി ഇല്ലാതെ ഒരു അവസ്ഥ ചിന്തിക്കാൻ പറ്റുമോ? മദ്യം വിൽക്കാത്ത അവസ്ഥ ചിന്തിക്കാൻ പറ്റുമോ? എന്തിനിങ്ങനെ ഭരണം? അത് ഈ ഗവൺമെൻറ് മാത്രം, LDF ഗവൺമെൻറ് മാത്രമല്ല പറഞ്ഞത്, മൊത്തം പറയാണ്. പക്ഷെ ഇത്രയും ലോട്ടറി ഒന്നും മറ്റൊരു സ്റ്റേറ്റില്ലാതിരിക്കുള്ളൂ. വലിയ ബുദ്ധിയുള്ള കേരളത്തിൽ കാര്യം പറഞ്ഞത്. മറ്റ് പല സ്റ്റേറ്റുകളിലും ഇത്രയും ലോട്ടറി പ്രാധാന്യം കൊടുക്കുക, ഇത്രയും മദ്യത്തിന് പ്രാധാന്യം കൊടുക്കുമെന്ന് എനിക്കറിയില്ല. കേരളത്തിലാണ് മദ്യസ്ഥാപനങ്ങൾ എത്ര കൊടുത്തത്. ഞങ്ങൾ ചാരായ നിരോധനം കൊണ്ട് എന്ത് നേടി? 35 രൂപ കിട്ടിക്കൊണ്ട് ചാരായം 350 ആയപ്പോൾ പണിക്കൂലി കൂടിയെന്നല്ലാതെ, കുറേ മുതലാളിമാർക്ക് പണം ഉണ്ടായെന്നല്ലാതെ നാടിന് എന്ത് നേട്ടമുണ്ടായി? ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്കെന്ത് നേട്ടമുണ്ട് എന്ന് നോക്കുന്ന പോലെ നാടിന് നേട്ടം നോക്കണം. ഇപ്പം പാകിസ്ഥാനിലെ ഒരു ചാര വനിത, പാകിസ്ഥാന് വേണ്ടി പഠിച്ച ചാര ജ്യോതിക കേട്ടോ ഒരു സ്ത്രീ, നമ്മുടെ ടൂറിസം മന്ത്രിയുടെ ആയിട്ട് കെയർ ഓഫിലോ വന്നൊക്കെ പറഞ്ഞ് പഴന്നത് വലിയ ചർച്ച വരണത്. എന്തെത്തി, എവിടെ എത്തിയ കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു? ഇപ്പോൾ നമ്മൾ വീണ്ടും പറയുന്ന ഒരു വ്യാപാര വിപ്ലവം, ട്രേഡ് റെവല്യൂഷൻ, അത് ലോകത്ത് വന്നിട്ടില്ല. അത് വന്നേ തീരും, അത് വരണം. അതിനുവേണ്ടി ശ്രമിക്കണം. അങ്ങനെ എന്തെങ്കിലും നിർമ്മാണാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ പ്രോത്സാഹജനകമായ അല്ലെങ്കിൽ നാട് നന്നാക്കുന്ന വിഷയത്തെക്കുറിച്ച് അത് ചിന്തിക്കുന്നില്ല. ഒരു മാറ്റം തയ്യാറാകുന്നില്ല. കേരളത്തിൽ പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യ മൊത്തത്തിൽ കണ്ട്. പിന്നെ പാലം പണിതിട്ട് ബീഹാറിൽ ഇപ്പോൾ ഇലക്ഷൻ 2 ഡസനും പാലായിട്ട് 5000-1000 കോടി മടിക്കിയതൊക്കെ വെള്ളത്തിൽ പോയി. എത്ര നഷ്ടം അത് നഷ്ടപ്പെട്ട് മാത്രമല്ല, ഇനി അത് ഉണ്ടാക്കി അത്രയും അതിനെ കൂടി സമയം പിടിക്കില്ലേ? ഇത് നമ്മുടെ കേരളത്തിൽ റോഡ് പൊളിഞ്ഞാറിയല്ലോ. സാധാരണഗതിയിൽ റോഡ് പണിയുമ്പോൾ മല വെട്ടിത്തുരണമെങ്കിൽ അത് സ്ലോപ്പാക്കി എടുക്കും, നേരെ കുത്തനല്ല. ഇപ്പം എല്ലാം കുത്തനങ്ങോട് വെട്ടിയെടുത്ത് മാറ്റാണ്. പിന്നെ അവിടെ നിൽക്കുമോ? ഇന്നിപ്പോൾ കോഴിക്കോട് വെച്ച് ഒരു സ്ഥലത്ത് ഒരു കണ്ട്, അപ്പുറത്താണെങ്കിൽ 10-11 നിലയിലുള്ള ബിൽഡിങ് നിൽക്കുന്നു, മണ്ണ് ഇടിഞ്ഞിടിച്ച് വീഴാണ്. അതൊക്കെ കയറ്റുമായിട്ട് നീട്ട് കാര്യമുണ്ടോ? നമ്മുടെ റെയിൽവേ ഉണ്ടല്ലോ, നമ്മുടെ റെയിൽവേ, കൊങ്കൺ റെയിൽവേ, പേര് കേട്ട നമ്മുടെ ശ്രീധരൻ സാർ വന്നതാണ്, അതിനാണ് അവാർഡ് കിട്ടിയൊക്കെ. ആ ശ്രീധരൻ സാറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞില്ലേ, 20% കൂടി ബഡ്ജറ്റ് കൂട്ടിയിരുന്നെങ്കിൽ അത് 2 ലൈൻ പണിയായിരുന്നു. അത് അദ്ദേഹം അത് ശ്രമിച്ചില്ല. അതിൻ്റെ പേരിൽ ഇപ്പോൾ ഒറ്റ സിംഗിൾ ലൈനായി തടസ്സം വന്ന് ഇപ്പോൾ ഡബിൾ ലൈൻ ഉണ്ടെങ്കിൽ ഒരു 10000 കോടിയായിട്ട് പണി നടക്കണം ഡബിൾ ലൈൻ്റെ. അപ്പോൾ എന്നാലും പാറ പൊട്ടിച്ചിട്ടില്ല, കരിങ്കല്ല് വീഴും മഴക്കാലത്ത്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. അപ്പോൾ 20 കിലോമീറ്റർ വേഗതയാണ്. നമ്മൾ 4 മണിക്കൂർ ലാഭിക്കാൻ വേണ്ടി കാശ് കൂടുതൽ പോകുമ്പോൾ 20 കിലോമീറ്റർ വേഗത കാണാൻ വേണ്ടി വേഗതയാണ്. അതാണ് ഏറ്റവും വലിയ പരിഷ്കാരം, ഏറ്റവും വലിയ പുരോഗതി എന്ന് പറഞ്ഞാൽ ശ്രീധരൻ സാർ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എത്തി. ശ്രീധരൻ സാറിനെ പിള്ളേർ പോലും ചെയ്ത് അങ്ങനെ ഇപ്പോൾ സാധാരണക്കാർ പറയണ്ടോ? എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല? ദൈവം തന്നെ നമ്മൾ ബുദ്ധി എന്താ ഉപയോഗിക്കുന്നില്ല? ബുദ്ധി ഉപയോഗിച്ച് മുന്നോട്ട് പോകണ്ടേ? ചിന്തിക്കണ്ടേ? മാറ്റം വേണ്ടേ? മാറ്റമില്ലാത്ത വസ്തുവിനകത്ത് മാറ്റം മാത്രമാണ്. പക്ഷെ ഒരു മാറ്റം തയ്യാറാകുന്നില്ല, പഴയ രീതി തന്നെ. അതുകൊണ്ട് ബഹുമാന്യരെ, നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുക, പ്രവർത്തിക്കുക. നമുക്കൊരു വ്യാപാര വിപ്ലവം ലോകത്തിന് ആവശ്യമാണ്, ഇന്ത്യക്ക് ആവശ്യമാണ്, കേരളത്തിൽ ആവശ്യമാണ്. കേരളത്തിൽ സ്ഥിതി എടുത്ത് നോക്കുക, അല്ലെങ്കിൽ എറണാകുളം സ്ഥിതി നോക്കുക. ആ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ഉച്ചയ്ക്ക് ശേഷം, ഓഫീസും കോളേജും വിദ്യാലയങ്ങളൊക്കെ രാവിലെ ആണെങ്കിൽ എത്ര ആശ്വാസം കിട്ടും. കുട്ടികൾക്ക് എത്ര ഉച്ചയ്ക്ക് കുട്ടികൾ ഫ്രീ ആവും. അവർക്ക് ട്യൂഷൻ പോവോ, മദ്രസയിൽ പോവോ, എക്സ്ട്രാ പണിയെടുത്ത് ജീവിക്കാൻ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാം. എല്ലാം കൈ നടക്കി. അതൊറ്റ ഉദാഹരണം ഇപ്പോൾ ഞാൻ നിർത്താം. പണ്ട് കാലത്ത് നമ്മൾ ഹർത്താലിലെ ബന്ധുണ്ടായത്, പിന്നെ ബന്ധു നിർത്തിയപ്പോൾ ഹർത്താലായത്. ആ ബന്ധു നടത്തിയ സമയത്ത്, അല്ലെ ഹർത്താൽ നടത്തിയ സമയത്ത് 6 മണിക്ക് ഹർത്താൽ തീരും. പണ്ടൊക്കെ 24 മണിക്കൂർ ബന്ധാണ്, 42 ബന്ധൊക്കെയാണ്. മനുഷ്യൻ നടക്കാൻ പോലും സമ്മതിക്കില്ല. ഞാനൊരു പാർട്ടിയോട് സംസാരിച്ചിരിക്കുകയാണ്, നടക്കാൻ പോലും ചില സഖാക്കൾ സമ്മതിക്കില്ല. പറ്റില്ല അവർ. ആ കാലമൊക്കെ പോയി, ഒറ്റയൊക്കെ പോയില്ലോ. ഇപ്പോൾ ഹർത്താൽ കഴിഞ്ഞിട്ട് വൈകിട്ട് 6 കടന്നു വന്നല്ലോ. ആ 6 മണി മുതൽ 9 മണി, ആ 3 മണിക്കൂട്ട് അന്ന് നടക്കുന്ന മുഴുവൻ കച്ചവടം കൂടുതൽ നടക്കും. അപ്പോൾ തടസ്സമുണ്ടോ? അത് തന്നെയാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് എങ്കിൽ ആൾക്കാർ സ്വസ്ഥമായിട്ട് വാങ്ങിച്ചേക്കാം, തൊഴിലാളികൾക്ക് വന്ന് വെയിറ്റ് ചെയ്യാൻ ശ്രമിക്കാം, അവർ ക്ഷീണമൊന്നും ഉണ്ടാവില്ല, എല്ലാം കൊണ്ട് നല്ലതാണ്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.